അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി മറ്റൊരാൾ പ്രാർത്ഥിക്കുക എന്നത് വളരെ വലിയ സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും സ്വാലിഹീങ്ങളാണെങ്കിൽ, അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണെങ്കിൽ അവരുടെ പ്രാർത്ഥന നമുക്ക് വിലപ്പെട്ടതാണ്. എങ്കിൽ അറിയുക, മലക്കുകൾ, നമുക്കറിയാം മലക്കുകൾ മുഖറബീങ്ങളാണ്, അഥവാ അള്ളാഹുവിലേക്ക് ഏറ്റവും സാമീപ്യം സിദ്ധിച്ചവരാണ്. അവരെ മാന്യന്മാരാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചിട്ടുള്ളത്. കിറാമൻ, മാന്യന്മാരാണ് മലക്കുകൾ എന്നുള്ളതാണ്, ആദരണീയരാണ് എന്നാണ്. ഒരിക്കലും തെറ്റുകൾ ചെയ്യാത്തവരും അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാത്തവരും അള്ളാഹു എന്താണോ പറയുന്നത് അത് മുഴുവൻ അനുസരിക്കുന്നവരും നിരന്തരമായി അള്ളാഹുവിന് ഇബാദത്തിൽ മുഴുകുന്നവരുമാണ് മലക്കുകൾ. അങ്ങനെയുള്ള മുഖറബീങ്ങളായ ഇബാദുൻ മുക്രമൂൻ, ആദരണീയരായ അടിമകളായ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ സന്തോഷവും സമാധാനവും നൽകുന്ന കാര്യമാണ്. ആ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന 16ഓളം കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്ന് ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, മൻ ബാത ത്വാഹിറൻ ബാത ഫീ ഷിആരിഹി മലക്കുൻ ഫലം യസ്തൈഖിദ് ഇല്ലാ ഖാലൽ മലക്കു അല്ലാഹുമ്മഗ്ഫിർ ലി അബ്ദിക ഫുലാനിൻ ഫഇന്നഹു ബാത ത്വാഹിറ. ആരെങ്കിലും ശുദ്ധിയുള്ളവരായിക്കൊണ്ട് കിടന്നുറങ്ങിയാൽ, എന്ന് പറഞ്ഞാൽ ജനാബത്തുകാരാണെങ്കിൽ കുളിച്ചുകൊണ്ട്, അതേപോലെ തന്നെ വുളു എടുത്തുകൊണ്ട്, ഏറ്റവും ചുരുങ്ങിയത് വുളു എടുത്തുകൊണ്ട് ഒരാൾ കിടന്നുറങ്ങിയാൽ ആ വ്യക്തിയുടെ തലയുടെ ഭാഗത്ത് ഒരു മലക്കുണ്ടാകും. ആ വ്യക്തി ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോഴൊക്കെ ഈ മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്, അല്ലാഹുമ്മഗ്ഫിർ ലി അബ്ദിക ഫുലാൻ, അള്ളാഹുവേ നിൻ്റെ ഇന്നാലിന്ന അടിമക്ക് നീ പുറത്തു കൊടുക്ക് റബ്ബേ, ഫഇന്നഹു ബാത ത്വാഹിറ, കാരണം അയാൾ ശുദ്ധിയോടുകൂടിയാണ് കിടന്നുറങ്ങിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മലക്കുകൾ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ, പാപമോചനത്തെ തേടും. നാം വുളു ഉള്ളവരായിക്കൊണ്ട്, ഇനി ജനാബത്തുകാരാണെങ്കിൽ കുളിച്ചുകൊണ്ടൊക്കെ കിടന്നുറങ്ങിയാൽ, അപ്പോൾ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അഹദുക്കും മാ ഖഅദ യൻതളിറു സ്വലാത ഫീ സ്വലാത്തിൻ മാ ലം യുഹ്ദിസ് തദ്ഉ ലഹുൽ മലായികതു അല്ലാഹുമ്മഗ്ഫിർ ലഹു അല്ലാഹുമ്മ റഹംഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളിൽ ഒരാൾ നമസ്കാരം കാത്തുകൊണ്ട് പള്ളിയിലിരുന്നാൽ, അപ്പോൾ ആ വ്യക്തി നമസ്കാരത്തിൽ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു നമസ്കാരത്തിന് വെയിറ്റ് ചെയ്തുകൊണ്ട് വളരെ നേരത്തെ തന്നെ പള്ളിയിലിരിക്കുക. അങ്ങനെയാണെങ്കിൽ വുളു പോവാത്ത കാലം അത്രയും തദ്ഉ ലഹുൽ മലായിക, മലക്കുകൾ ആ വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യും. എന്താണ് ദുആയുടെ കണ്ടന്റ്? അല്ലാഹുമ്മഗ്ഫിർ ലഹു അല്ലാഹുമ്മ റഹംഹു, അല്ലാഹുവേ ഈ വ്യക്തിക്ക് നീ പുറത്തു കൊടുക്കണേ, ഈ വ്യക്തിയോട് നീ കരുണ കാണിക്കണമേ. അപ്പോൾ നമുക്ക് റഹ്മത്ത് ലഭിക്കാൻ, മഗ്ഫിറത്ത് ലഭിക്കാൻ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വളരെ നേരത്തെ പള്ളിയിൽ പോയി നമസ്കാരത്തിന് വേണ്ടി കാത്തിരുന്നാൽ മതി. ഇക്കാര്യവും നമ്മൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽ മലായികത്തു തുസല്ലി അലാ അഹദിക്കും മാ ദാമ ഫീ മുസല്ലാഹു അല്ലദീ സല്ലാ ഫീഹി മാ ലം യുഹ്ദിസ് തഖൂലു അല്ലാഹുമ്മഗ്ഫിർ ലഹു അല്ലാഹുമ്മ റഹംഹു. ഒരു വ്യക്തി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ നമസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ വുളു നഷ്ടപ്പെടാത്ത സന്ദർഭം അത്രയും മലക്ക് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മഗ്ഫിർ ലഹു അല്ലാഹുമ്മ റഹംഹു, അല്ലാഹുവേ ഈ വ്യക്തിയോട് നീ കരുണ കാണിക്കണമേ, ഈ വ്യക്തിക്ക് നീ പുറത്തു കൊടുക്കണമേ. അപ്പോൾ നമസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ്, നമസ്കാരം കാത്തിരിക്കുമ്പോഴും മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട്. നമസ്കാരം കഴിഞ്ഞ് പിന്നെ നമ്മൾ എത്ര സമയം ആ മുസല്ലയിലിരുന്നാലും അപ്പോഴും മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നതാണ്. അതുകൊണ്ട് പരമാവധി പള്ളികളിൽ ഒഴിവുള്ള സമയങ്ങളിൽ ഇരിക്കുക എന്നുള്ളത് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന കാര്യമാണ്.
നാലാമത്തത് ഇമാം അബൂദാവൂദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലസ് സുഫൂഫിൽ ഉവൽ. അള്ളാഹുവും അതേപോലെ തന്നെ മലക്കുകളും ആദ്യത്തെ സഫുകൾക്ക് വേണ്ടി സ്വലാത്ത് നേരുന്നതാണ്. അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു മലഉൽ അലയിൽ, മലക്കുകളുടെ ഉന്നത സഭയിൽ അവരെ പ്രശംസിച്ച് പറയലാണ്. മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി മഗ്ഫിറത്തിനും മർഹമത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഒന്നാമത്തെ സഫ് അല്ലെങ്കിൽ രണ്ടാമത്തെ സഫ്, ഇങ്ങനെ ഏറ്റവും ആദ്യമുള്ള സഫുകളിൽ ആളുകൾ നമസ്കരിക്കുകയാണെങ്കിൽ അവർക്ക് പ്രത്യേക പ്രാർത്ഥന മലക്കുകളുടേത് ലഭിക്കും. അതുകൊണ്ട് ഒന്നാമത്തെ സഫുകളിൽ തന്നെ നമസ്കരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അഞ്ചാമത്തത് ഇമാം അബൂദാവൂദ് റഹിമഹുല്ല തന്നെ ഉദ്ധരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അല മയാമിനി സുഫൂഫ്. അള്ളാഹുവും മലക്കുകളും സഫിൻ്റെ വലതുഭാഗത്തുള്ളവർക്ക് സ്വലാത്ത് നേരുന്നു, അഥവാ പ്രാർത്ഥിക്കുന്നു. അള്ളാഹു പ്രശംസിക്കും, മലക്കുകൾ പ്രാർത്ഥിക്കും. അപ്പോൾ ഒന്നാമത്തെ സഫുകളിൽ നിൽക്കുന്നവർക്ക് പ്രാർത്ഥനയുണ്ട്. പ്രത്യേകിച്ചും വലതുഭാഗത്താണെങ്കിൽ മലക്കുകൾ പ്രത്യേകം പ്രാർത്ഥിക്കുമെന്നാണ് ഈ ഹദീസ് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ സഫുകളിൽ സാധിക്കുമെങ്കിൽ വലതുഭാഗത്ത് തന്നെ നിന്നുകൊണ്ട് നമസ്കരിക്കുവാൻ ശ്രദ്ധിക്കുക. ആറാമത്തത് ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലല്ലദീന യസിലൂന സുഫൂഫ്. അള്ളാഹുവും മലക്കുകളും സഫുകൾ പൂർത്തീകരിച്ച് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി സ്വലാത്ത് നേരുന്നു. അപ്പോൾ ഇവിടെ സഫുകൾ പൂർത്തീകരിക്കുക, വിടവുകളില്ലാതെ സഫുകൾ പൂർത്തീകരിക്കുക. അത് ഒരു വേള രണ്ടാമത്തെ സഫാണെങ്കിലും ശരി, ഒന്നാമത്തെ സഫാണെങ്കിലും ശരി, മൂന്നാമത്തെ സഫാണെങ്കിലും ശരി, ഇനി അവസാനത്തെ സഫാണെങ്കിൽ പോലും സഫുകളിൽ ഇടതൂർന്ന് നിൽക്കൽ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാൻ കാരണമായി തീരും. വമൻ സദ്ദ ഫുർജത്തൻ റഫഅഹുല്ലാഹു ബിഹാ ദറജ. ആരെങ്കിലും ഒരു സഫിലെ വിടവിനെ നികത്തിയാൽ അള്ളാഹു ആ വ്യക്തിക്ക് ഒരു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നാണ്. അപ്പോൾ സഫുകളിൽ ഇടതൂർന്ന് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്കും മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രശംസ ലഭിക്കുമെന്നാണ് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഏഴാമത്തത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ഖാലൽ ഇമാമു ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ഇമാം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറയുമ്പോൾ ഫഖൂലു ആമീൻ, നിങ്ങൾ ആമീൻ എന്ന് പറയണം. ഫഇന്നഹു മൻ വാഫഖ ഖൗലുഹു ഖൗലൽ മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. കാരണം നിങ്ങൾ ആമീൻ പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മലക്കുകളും ആമീൻ പറയുന്നുണ്ട്. ആ സമയത്ത് രണ്ടു കൂട്ടരുടെയും ആമീൻ ഒത്തുവന്നാൽ, മലക്കുകളുടെയും മനുഷ്യരുടെയും ആമീൻ ഒത്തുവന്നാൽ അവരുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടും. ഈ ഹദീസിൽ തെളിവുണ്ട്. ആമീൻ എന്ന് മലക്കുകൾ പറയുന്നത് ആർക്ക് വേണ്ടിയാണ്? മനുഷ്യർക്ക് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് വേണ്ടി നാം നമസ്കരിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഫാത്തിഹ ഓതുമ്പോൾ മലക്കുകൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ആമീൻ പറയുന്നുണ്ട് എന്ന് ഈ ഹദീസ് മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ട് നമസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ കൂടെ തന്നെ ആമീൻ എന്ന് പറയുക. ഇമാം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറയുമ്പോൾ നാം ആമീൻ പറയാൻ ശ്രദ്ധിക്കുക. ആമീൻ പറയുന്നതിൽ ഒരിക്കലും പിശുക്ക്, മടി കാണിക്കരുത് എന്നർത്ഥം. എട്ടാമത്തത് ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഫജ്ർ നമസ്കാരത്തിൻ്റെ സന്ദർഭത്തിലും അതേപോലെ തന്നെ അസർ നമസ്കാരത്തിൻ്റെ സന്ദർഭത്തിലും രാത്രിയിലും പകലിലുമുള്ള മനുഷ്യരെ കാത്ത് സംരക്ഷിക്കുന്ന മലക്കുകൾ ഒരുമിച്ച് കൂടുന്നുണ്ട് പള്ളിയിൽ. കാരണം രാത്രിയിലേക്കുള്ള മലക്കുകൾ വരുന്നത് അസറിൻ്റെ സമയത്താണ്, പകലിലേക്കുള്ള മലക്കുകൾ വരുന്നത് ഫജ്റിൻ്റെ സമയത്താണ്. അപ്പോൾ ഫജ്റിൻ്റെ സമയത്തും അസറിൻ്റെ സമയത്തും രാത്രിയിലും പകലിലുമുള്ള മലക്കുകൾ ഒരുമിക്കുന്ന സന്ദർഭമാണ്. ആ സമയത്ത് മലക്കുകൾ നമ്മുടെ നമസ്കാരത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അസർ നമസ്കാരവും അതേപോലെ തന്നെ ഫജ്ർ നമസ്കാരവും ജമാഅത്തായി നിർവഹിക്കുക. അങ്ങനെ ജമാഅത്തായി നിർവഹിച്ചാൽ മലക്കുകൾ അള്ളാഹുവിനോട് പറയും, അതൈനാഹും വഹും യുസല്ലൂൻ വ തറക്നാഹും വഹും യുസല്ലൂൻ. അള്ളാഹുവെ, ഞങ്ങൾ പോകുമ്പോഴും അവർ നമസ്കാരത്തിലാണ്, വരുമ്പോഴും അവർ നമസ്കാരത്തിലാണ്. ഫഗ്ഫിർ ലഹും യൗമദ്ദീൻ.
അതുകൊണ്ട് ഖിയാമത്ത് നാളിൽ നീ അവർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ ഖിയാമത്ത് നാളിൽ നീ അവർക്ക് പുറത്തു കൊടുക്കണമേ. ഈ പ്രാർത്ഥന ലഭിക്കുന്നത് ഫജ്റിൻ്റെയും അസറിൻ്റെയും ജമാഅത്ത് നഷ്ടപ്പെടുത്താത്ത ആളുകൾക്കാണ്. അതുകൊണ്ട് അക്കാര്യം വിശ്വാസികൾ ശ്രദ്ധിക്കുക. 9-ാമത്തത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂദർദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അദ്ദേഹം കേട്ടിട്ടുണ്ട്, മൻ ദഅ ലി അഖീഹി ബിളഹ്രിൽ ഗൈബി, ആരെങ്കിലും തൻ്റെ സഹോദരന് വേണ്ടി അയാളുടെ അഭാവത്തിൽ ദുആ ചെയ്താൽ ഖാലൽ മലക്കുൽ മുവക്കലു ബിഹി, ആ വ്യക്തിയുടെ വിഷയത്തിൽ അള്ളാഹു പ്രത്യേകം ഏർപ്പാടാക്കിയ മലക്ക് പറയും, ആമീൻ വലക ബിമിസ്ലിൻ, അള്ളാഹു നിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കട്ടെ, നീ നിൻ്റെ സുഹൃത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നിനക്കും ലഭിക്കട്ടെ. അപ്പോൾ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് വേണ്ടി മലക്കുകളും പ്രാർത്ഥിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി അവരുടെ അഭാവത്തിൽ നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹുവിന് 360ഓളം സുഹൃത്തുക്കൾ ഉണ്ടാവുകയും അദ്ദേഹം അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തിരുന്നു. 360 സുഹൃത്തുക്കൾക്ക് വേണ്ടി. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നതിനെ ഞാൻ എന്തിന് നഷ്ടപ്പെടുത്തണമെന്നാണ്. അതുകൊണ്ട് നമുക്കൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടാകാം, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്നതാണ്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 10-ാമത്തത് ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മാ മിൻ മുസ്ലിമിൻ യുസല്ലി അലൈ ഇല്ലാ സല്ലത്ത് അലൈഹിൽ മലായികത്തു മാ സല്ല അലൈ ഫൽയുഖില്ലൽ അബ്ദു മിൻ ദാലിക ഔ ലിയുക്സിർ. ഏതൊരു മുസ്ലിമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നതാണ്, കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും. അതുകൊണ്ട് നിങ്ങൾ ധാരാളമായി സ്വലാത്തുകൾ നബിയുടെ പേരിൽ വർദ്ധിപ്പിക്കുക, മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കാൻ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, എങ്കിൽ മലക്കുകൾ നമുക്ക് പ്രാർത്ഥിക്കും എന്ന് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നു. 11-ാമത്തത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എല്ലാ ദിവസവും രാവിലെ 2 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാൻ ഫയഖൂലു അഹദുഹുമാ അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ വയഖൂലുൽ ആഖറു അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ. അങ്ങനെ എല്ലാ ദിവസവും ഇറങ്ങി വരുന്ന ഈ 2 മലക്കുകൾ പ്രാർത്ഥിക്കുന്നത്, ഒരു മലക്ക് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അല്ലാഹുവേ ചെലവഴിക്കുന്ന ആളുകൾക്ക് നീ പകരം നൽകണമേ എന്ന് പറഞ്ഞാൽ നല്ല നല്ല മാർഗത്തിൽ, അള്ളാഹു പറഞ്ഞ മാർഗത്തിൽ പണം ചെലവഴിക്കുന്നവർക്ക് കൂടുതൽ നൽകാൻ വേണ്ടി മലക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥന നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ധാരാളമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുക, കുടുംബം ബന്ധങ്ങളിലും ഫക്കീറുകൾക്കും മിസ്കീനുകൾക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിലും ധനം ചെലവഴിക്കുക. എന്നാൽ പിടിച്ചു വെക്കുന്നവർക്ക് നാശം നൽകണമേ എന്നും മലക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, പിശുക്കന്മാർക്ക് നാശം നൽകണമേ, പാപ്പരത്വം നൽകണമേ. അതുകൊണ്ട് ഒരിക്കലും പിശുക്ക് കാണിക്കാതിരിക്കുക. നാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്നതാണ്. 12-ാമത്തത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇന്നല്ലാഹ അസ്സ വജല്ല വമലായികതഹു യുസല്ലൂന അലൽ മുതസഹിരീൻ, അള്ളാഹുവും മലക്കുകളും അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെ നോമ്പ് നോൽക്കുന്ന ആളുകൾ, ഫർള് നോമ്പാണെങ്കിലും സുന്നത്ത് നോമ്പാണെങ്കിലും നേർച്ചയുടെ നോമ്പാണെങ്കിലും ഏത് നോമ്പാകട്ടെ, അത്താഴം കഴിക്കുക ഒരിറക്ക് വെള്ളം കുടിച്ചുകൊണ്ടാണെങ്കിലും. കാരണം അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രശംസയുണ്ട്, അതേപോലെ തന്നെ മലക്കുകളുടെ പ്രാർത്ഥനയുമുണ്ട്. അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് അക്കാര്യം, ആ സുന്നത്ത് നമ്മൾ മറന്നു പോവാതെ ചെയ്യുക. 13-ാമത്തത് ഇമാം അബൂ ദാവൂദ് റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാമിൻ റജുലിൻ യഊദു മരീദൻ മുംസിയൻ ഇല്ലാ ഖറജ മഅഹു 70,000 മലക്കിൻ യസ്തഗ്ഫിറൂന ലഹു ഹത്താ യുസ്ബിഹ് വമൻ അതാഹു മുസ്ബിഹൻ ഖറജ മഅഹു 70,000 മലക്കിൻ യസ്തഗ്ഫിറൂന ലഹു ഹത്താ യുംസി വകാന ലഹു ഖരീഫുൻ ഫിൽ ജന്ന. രോഗികളെ ആരെങ്കിലും സന്ദർശിച്ചാൽ, ഒരാൾ രാവിലെ രോഗിയെ സന്ദർശിച്ചാൽ 70,000 മലക്കുകൾ, നോക്കൂ 70 മലക്കുകളല്ല, 70,000 മലക്ക്, 70,000 മലക്കുകൾ രോഗികളെ സന്ദർശിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വൈകുന്നേരമാണെങ്കിൽ രാവിലെ വരെ പ്രാർത്ഥിക്കും, രാവിലെയാണ് പോകുന്നതെങ്കിൽ വൈകുന്നേരം വരെ പ്രാർത്ഥിക്കും. എന്ന് പറഞ്ഞാൽ നിരന്തരമായി പ്രാർത്ഥിക്കും, ഒറ്റത്തവണയല്ല.
അപ്പോൾ രോഗികളെ സന്ദർശിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് അത് കാണിക്കുന്നത്. മാത്രമല്ല അവർക്ക് സ്വർഗത്തിൽ വലിയ പൂന്തോപ്പുകൾ ഉണ്ടാകുമെന്നാണ്. അപ്പോൾ 70,000 മലക്കുകൾ നിരന്തരം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ, രാവിലെ മുതൽ വൈകുന്നേരം വരെ, വൈകുന്നേരം മുതൽ രാവിലെ വരെ പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ട്. എന്താണ് നാം ചെയ്യേണ്ടത്? രോഗികളെ സന്ദർശിക്കുക. കുടുംബങ്ങളിലും സുഹൃത്തുക്കളിലുമെല്ലാമുള്ള രോഗികളെ രോഗസന്ദർശനം നടത്തുക ആത്മാർത്ഥമായി, ഈ പ്രാർത്ഥനയുടെ പ്രതിഫലമെല്ലാം ആഗ്രഹിച്ചുകൊണ്ട്. എങ്കിൽ മലക്കുകളുടെ 70,000 മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കും. 14-ാമത്തത് ഇമാം തിർമിദി റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ സുനനിൽ അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ വ മലായികതഹു വ അഹ്ലസ് സമാവാതി വൽ അർദീന ഹത്ത നംലത ഫീ ജുഹ്രിഹാ വ ഹത്തൽ ഹൂത ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസിൽ ഖൈർ. അള്ളാഹുവിൻ്റെ പ്രശംസ ലഭിക്കും. അതേപോലെ തന്നെ മലക്കുകളുടെ പ്രാർത്ഥന, ആകാശങ്ങളിലുള്ളവരുടെ പ്രാർത്ഥന, ഭൂമിയിലുള്ളവരുടെ പ്രാർത്ഥന എത്രത്തോളം എന്ന് ചോദിച്ചാൽ മാളങ്ങളിലെ ഉറുമ്പുകളും മത്സ്യങ്ങളും വരെ പ്രാർത്ഥിക്കും. ആർക്കു വേണ്ടി? ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസിൽ ഖൈർ, ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട്, ഉറുമ്പുകളുടെ പ്രാർത്ഥനയുണ്ട്, മത്സ്യങ്ങളുടെ വരെ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ഒരു കാര്യമാണ് ആളുകൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക. അത് മക്കൾക്കാണെങ്കിലും ഇണകൾക്കാണെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കോ സുഹൃത്തുക്കൾക്കോ നാട്ടുകാർക്കോ ഒക്കെ ഖൈറായത് പഠിപ്പിച്ചു കൊടുത്താൽ, പറഞ്ഞു കൊടുത്താൽ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കും. 15-ാമത്തത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ലില്ലാഹി മലായികതൻ യതൂഫൂന ഫി തുറുഖി യൽതമിസൂന അഹ്ല ദിക്രി ഫൈദാ വജദൂ ഖൗമൻ യദ്കുറൂന അല്ലാഹ തനാദൗ ഹലുമു ഇലാ ഹാജതികും ഖാൽ ഫയഹുഫൂനഹും ബി അജ്നിഹതിഹിം ഇല സമാഇ ദുനിയ. അള്ളാഹുവിന് ചില പ്രത്യേക മലക്കുകളുണ്ട്. അള്ളാഹു അവരെ പ്രത്യേകം ഏർപ്പാടാക്കിയതാണ്. അവർ അള്ളാഹുവിനെ ഓർക്കുന്നവരുടെ മജ്ലിസുകളെ അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കും. ആരൊക്കെയാണ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത്, ഒറ്റക്കാണെങ്കിലും ശരി കൂട്ടമായിട്ടാണെങ്കിലും ശരി, ആരൊക്കെയാണ് പള്ളികളിലിരുന്ന് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ തുടങ്ങി ആരൊക്കെയാണ് അറിവിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നത്. ഇങ്ങനെ ദിക്റിൻ്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ മജ്ലിസാണ്, ഖിറാഅത്തിൻ്റെ മജ്ലിസാണ്, അദ്കാറുകളുടെ മജ്ലിസാണ്, ദുആകളുടെ മജ്ലിസാണ്. അങ്ങനെ ഒരാൾ അള്ളാഹുവിന് ദുആ ചെയ്തുകൊണ്ടിരുന്നാൽ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ, ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നാൽ, ഖുർആൻ ഓതിക്കൊണ്ടിരുന്നാൽ മലക്കുകൾ അവിടേക്ക് എത്തിപ്പെടുകയും എന്നിട്ട് 1-ാമത്തെ ആകാശം വരെ ചിറകുകൾ കൊണ്ട് അവരെ മൂടുകയും ചെയ്യും, പൊതിയുകയും ചെയ്യുമെന്നാണ്. കാരണം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്തുകൊണ്ടുമാണ് മലക്കുകളുടെ ആ ഒരു പൊതിയൽ ഉണ്ടാവുക എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ മലക്കുകൾ ചിറകുകൾ വിരിച്ചുകൊണ്ട് 1-ാമത്തെ ആകാശം വരെ ചിറകുകൾ വിരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. 16-ാമത്തത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വമജ്തമാ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി തആല യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ബൈനഹും. ആരെങ്കിലും അള്ളാഹുവിൻ്റെ പള്ളികളിലിരുന്ന് ഒരുമിച്ച് കൂടിയിരുന്ന് ഖുർആൻ ഓതി പഠിക്കുകയും ഖുർആനിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യുന്ന സദസ്സിലിരിക്കുകയാണെങ്കിൽ ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീൻ, അവർക്ക് സമാധാനം ആകാശലോകത്ത് നിന്ന് അള്ളാഹു ഇറക്കിക്കൊടുക്കും. വഗശിയത്തുഹുമുർ റഹ്മ, കാരുണ്യം അവരെ പൊതിയും. വഹഫത്തുഹുമുൽ മലായിക, മലക്കുകൾ അവരെ പൊതിയുന്നതാണ്, അവരുടെ ചുറ്റിലുമുണ്ടാകും. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തുള്ള മലക്കുകളോട് അവരെക്കുറിച്ച് പറയുകയും ചെയ്യും. അപ്പോൾ ഇവിടെയും പള്ളികളിലിരുന്ന് ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് ഹഫത്തുഹുമുൽ മലായിക എന്നാണ്. മലക്കുകൾ അവരെ ചുറ്റിപ്പൊതിയുന്നതാണ്. എന്തിനു വേണ്ടി? അവർക്ക് ആശീർവാദങ്ങൾ നൽകിക്കൊണ്ട്, അവരെ നന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ട്, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പോൾ ഈ പറയപ്പെട്ടിട്ടുള്ള 16 നന്മകൾ നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അതിനു പുറമെ യഥാർത്ഥ സത്യവിശ്വാസം സ്വീകരിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി മലക്കുകളുടെ പൊതുവായ പ്രാർത്ഥന വേറെയും ലഭിക്കുന്നതാണ്. ഇത് പ്രത്യേകം പ്രാർത്ഥന ലഭിക്കുന്ന കാര്യങ്ങളാണ്. പൊതുവായ പ്രാർത്ഥന വിശ്വാസികൾക്ക് മലക്കുകളുടേത് എപ്പോഴും ലഭിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് അള്ളാഹുവിൻ്റെ പ്രശംസ ലഭിക്കുകയും മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുകയും ചെയ്യുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദ് വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.